ഇരപിടുത്തത്തിൽ റെക്കോർഡിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫലം വന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു. MLA സ്ഥാനം തുലാസിൽ. പരാതി പ്രളയം. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. കോൺഗ്രസിലെ ഭാവി വാഗ്ദാനമായി ചിലരുടെ സംരക്ഷണതയിൽ ഉയർന്നു വന്ന യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭാവി രാഷ്ട്രീയം തുലാസിൽ തൂങ്ങിയ അവസ്ഥയിലായി. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച സംഭവം വിവാദമായതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കുറ്റം ചെയ്തത് കൊണ്ടല്ല രാജിയെന്നും പ്രവർത്തകർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് തന്റെ രാജിയെന്നുമാണ് വിശദീകരണം. എന്നാൽ സംഭവം വിവാദമാകുമെന്ന് ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായിരുന്നു. അതിനാൽ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറി നിൽക്കാൻ ശക്തമായ നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായാണ് വിവരം. തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും അശ്ലീല സന്ദേശങ്ങൾ നിരന്തരം അയച്ചിരുന്നുവെന്നും കാണിച്ച് യുവനടി റിനി ആൻ ജോർജ് ആണ് രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്തായാലും കാര്യങ്ങൾ പിടിവിട്ട മട്ടാണ്. രാഹുൽ യുവരക്തമാണെന്നും ഭാവി വാഗ്ദാനമാണെന്നും തട്ടിവിട്ട ചിലർക്ക് മറുപടിയില്ലാത്ത അവസ്ഥയാണ്. ട്രാൻസ്ജെൻഡർ വുമണിനെതിരെ പോലും തന്റെ ലൈംഗിക വൈകൃതം കാട്ടാനുള്ള ശ്രമം നടത്തിയതായി ട്രാൻസ് വുമൺ തുറന്നു പറഞ്ഞതും ഞെട്ടലുണ്ടാക്കുന്നതാണ്. തന്നെ റേപ്പ് ചെയ്യണമെന്നാണ് ആവശ്യം. തന്നെ നിരന്തരം വിളിക്കുമായിരുന്നെന്നും കേരളത്തിൽ വെച്ച് കാണണ്ട, ബംഗളൂരുവിലോ ഹൈദരാബാദിലോ നമുക്ക് പോകാമെന്ന് പറഞ്ഞതായും വെളിപ്പെടുത്തി. ചുരുക്കത്തിൽ രാഹുലിന്റെ ലൈംഗിക വൈകൃതത്തിന്റെ ഇരകൾ തുറന്നു പറച്ചിലിന് ധൈര്യം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുതിർന്ന നേതാക്കളെ പിന്തള്ളി രാഹുൽ ഷാഫി കൂട്ടുകെട്ട് കോൺഗ്രസിനകത്തെ ശക്തമായ വേർതിരിവിന് കാരണമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ വിജയം, അതും CPM-ൽ നിന്ന് മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. പാലക്കാട്ടിലെ രാഹുലിന്റെ വിജയം, യുവ നേതാവിന്റെ ഉദയം പ്രവർത്തകർ ആഘോഷമാക്കിയിരുന്നു. ഇവിടെയെല്ലാം പിന്തുണയുമായി ഷാഫി പറമ്പിലും VD സതീശനും. ഇതെല്ലാം കോൺഗ്രസിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഒരവസരം ലഭിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. എതിർപ്പുണ്ടായിരുന്ന കോൺഗ്രസിലെ മറുവിഭാഗം ഒറ്റക്കെട്ടായി രാജി തീരുമാനത്തെ അനുകൂലിച്ചതോടെ രാഹുലിൻ്റെ പുറത്തേക്കുള്ള വഴി വളരെ എളുപ്പമായി. രാഹുലിന്റെ MLA സ്ഥാനത്തെയും വിവാദം ബാധിക്കുന്നുണ്ട്. രാജിവെക്കാൻ CPM പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും സമര കാഹളം തന്നെയാണ് നടക്കുന്നത്. ഫലത്തിൽ അശ്ലീല ആരോപണവുമായി എത്തുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർ നേതൃത്വത്തിന് മുൻപ് പരാതി നൽകിയവരാണ്. എന്നാൽ രാഹുലിന് സംരക്ഷണം ഒരുക്കിയവർ തന്നെ പരാതികൾ പറഞ്ഞൊതുക്കുകയാണ് ചെയ്തത്. ഇത്തരം ആരോപണങ്ങൾ വന്നത് രാഹുൽ എന്ന വ്യക്തിക്കെതിരെയല്ല. അദ്ദേഹം MLA-യും സംസ്ഥാന അധ്യക്ഷനുമാണ്. അതിനാൽ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തിയേ തീരൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹ തുറന്നു പറഞ്ഞത്. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ബാധിക്കുകയും ജനങ്ങളിൽ നല്ലതല്ലാത്ത പ്രചരണത്തിന് കാരണമാകുമെന്നും സ്നേഹ പറയുന്നു. അശ്ലീല സംഭാഷണത്തെ തുടർന്നുള്ള വാർത്തകൾ വിവാദമായതോടെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് തനിക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ മാധ്യമ പ്രവർത്തകയും നടിയുമായ റിനി ആൻ ജോർജ് പറഞ്ഞു. വിഷയത്തിൽ നിയമ നടപടിക്കോ പരാതി നൽകാനോ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അനുഭവം മറ്റു സ്ത്രീകൾക്കുണ്ടായ മോശം അനുഭവവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പെൺകുട്ടികൾ ഭയപ്പെടാതെ പരാതിയുമായി മുന്നോട്ട് വരണമെന്നും യുവതി വ്യക്തമാക്കി. പെൺകുട്ടികൾ പരാതി തുറന്നു പറയേണ്ടത് പത്രസമ്മേളനത്തിലല്ല, പകരം പോലീസിൽ പരാതിപ്പെടാമായിരുന്നു. ഇനി പോലീസിൽ വിശ്വാസക്കുറവാണെങ്കിൽ കോടതിയെ സമീപിക്കാമായിരുന്നെന്ന് K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. എന്തിനാണ് പേര് പറയാൻ ഭയപ്പെടുന്നത്? കോടതിയുടെ ചോദ്യങ്ങളിൽ പേടിച്ചാണോ പരാതിപ്പെടാതിരുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. അന്നു തന്നെ പല പെൺകുട്ടികളും എന്നെ വിളിച്ചിരുന്നു. പല പെൺകുട്ടികളെയും അയാൾ ഉപയോഗിച്ചതായാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മിക്കവരുടെ കയ്യിലും തെളിവുകളുണ്ട്. പലരുടെയും വീട്ടുകാർക്ക് കാര്യം അറിയില്ല.
ഇയാൾ ഒരു ക്രിമിനൽ ആണെന്നും എതിർക്കാനുള്ള ധൈര്യമില്ലെന്നും ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞുവെന്ന് യുവനടി അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയമായി കാണണ്ടെന്നും നടപടിയെടുക്കേണ്ടത് പ്രസ്ഥാനമാണെന്നും നടി അഭിപ്രായപ്പെട്ടു. പരിചയപ്പെട്ടപ്പോൾ തന്നെ അശ്ലീല സന്ദേശം അയക്കാൻ തോന്നിയെങ്കിൽ യുവ നേതാവ് സൈക്കോ ക്യാരക്ടർ ആവാമെന്ന് നടി. രാഷ്ട്രീയ നേതാവാകാൻ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ് ഇയാൾ. പ്രതിപക്ഷ നേതാവിനോട് മുൻപ് ഇയാളെ പറ്റി അഭിപ്രായപ്പെട്ടിരുന്നു. പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടും തീരുമാനമെടുക്കാതിരുന്നതിനാലാണ് താൻ ഇടപെട്ടതെന്ന് യുവതി തുറന്നടിച്ചു. എഴുത്തുകാരി ഹണി ഭാസ്കറും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം സുഹൃത്തുക്കളോട് മോശം രീതിയിലാണ് പറയുന്നത്. രാഹുലിന്റെ സ്വഭാവം മോശമാണെന്ന് തോന്നിയതിനാൽ പിന്നീട് സംസാരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായ സ്ത്രീകളെ കുറിച്ച് തനിക്കറിയാം. പരാതിയുമായി കൂടുതൽ ആളുകൾ എത്തും. വേറെ ആരുമായി എനിക്ക് ബന്ധമില്ലെന്നും എന്റെ സ്നേഹം നിന്നോട് മാത്രമാണെന്നും ആരെ പരിചയപ്പെട്ടാലും രാഹുൽ പറയുമെന്നും ഹണി ഭാസ്കർ പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണെന്നും ഹണി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിലെ പുത്തൻ താരോദയം അസ്തമയം കാണാൻ കാത്തിരിക്കുന്നത് പോലെയാണ് പരാതി പ്രളയം. ഗർഭചിത്രത്തിനായി പ്രേരിപ്പിച്ചെന്ന പരാതി വരെ എത്തി. സ്ത്രീകളോടുള്ള പെരുമാറ്റ വൈകല്യം ഒരിക്കലും ഒരു നേതാവിന് ചേർന്നതല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യാനാണ്, പകരം ജനങ്ങൾക്കൊരു പ്രശ്നക്കാരനായി മാറാനല്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ പാളയത്തിൽ തന്നെയുണ്ട്. ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ സംശുദ്ധമായ സ്വഭാവത്തിനുടമയായിരിക്കണം. സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്നത് സൈക്കോ സ്വഭാവം തന്നെയാണ്. സ്വാധീനം ഉപയോഗിക്കേണ്ടത് ജനനന്മയ്ക്കാണ്, ജനദ്രോഹങ്ങൾക്കല്ല. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.